and invest all in one place. Discover more about Wio Bank at wio.io. Weather update on Hit 96.7 FM. Current temperature reported here in Dubai stands at 36 degrees Celsius, relative humidity at 39%. Weather update on Hit 96.7 FM. The complete request show. Let's go! Hit on request With Donna on Hit 96.7 FM. Hit on request. Hit on request. Happy Friday, everyone! Happy weekend! Welcome to the Complete Request Show. Hit on request. This is Donna. അങ്ങനെ ഒരു വെള്ളിയാഴ്ച സ്പെഷ്യൽ ഷോ ആണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അറിയാലോ, വെള്ളിയാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോയ്ക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു വൈബും ഒരു എനർജിയാണ്. പാട്ടുകളുടെ റിക്വസ്റ്റ് സാധാരണ റൊമാൻറ്റിക് മെലഡി സോങ്സ് അല്ല, നമ്മളൊരു 10 ബീറ്റ് ടെമ്പോ കൂട്ടിയാണ് നമ്മൾ ഓരോ പാട്ടുകളും നമ്മളിവിടെ പ്ലേ ചെയ്യാറുള്ളത്. ബട്ട് ടുഡേ ഫോർ എ ചേഞ്ച് വി ഹാവ് എ സെറ്റ് ഓഫ് ഗെസ്റ്റ്സ് ഇൻ ദ സ്റ്റുഡിയോ ആൻഡ് ഐ എം സോ ഹാപ്പി ടു ഹാവ് ദ ടീം ഹിയർ ഓഫ് ജങ്കാർ. എല്ലാവർക്കും ഒരു വലിയ കൈയടിയോടെ കമോൺ. സ്റ്റുഡിയോയിൽ നമ്മൾ ഒരുപാട് പേരുണ്ട്. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഈ സമയത്ത് അങ്ങനെ കൂട്ടധികം കിട്ടാറില്ല, ബിക്കോസ് ഞാൻ ഷോ എപ്പോഴും തനിയെ ചെയ്യുന്നത് കൊണ്ട്. ഇറ്റ്സ് ജസ്റ്റ് മീ, പിന്നെ നമ്മുടെ ന്യൂസ് വായിക്കുന്ന ഫസ്ലു, പിന്നെ അവിടുത്തെ സെക്യൂരിറ്റി. ബട്ട് എനിക്കിത് ഭയങ്കര സന്തോഷമാണ്, വീക്കെൻഡിലേക്ക് ഒരു പെർഫെക്റ്റ് സ്റ്റാർട്ട്. സോ ജങ്കാർ എന്ന പുതിയ ചിത്രം. നൗ ഫോർ മീ, ഐ ഹാവ് ടു ടെൽ യു ദാറ്റ് ദിസ് ഇസ് എ വെരി ഇൻട്രസ്റ്റിംഗ്. എനിക്ക് ആക്ച്വലി കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടുണ്ട്, അതിലേക്കൊക്കെ വരാം. പക്ഷേ ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ ജോയിനിങ് അസ് ഈസ് 2-time സ്റ്റേറ്റ് അവാർഡ് ശ്വേത മേനോൻ. ഈ സിനിമ എഴുതിയ സംവിധായകൻ ഒക്കെ തന്നെ നമ്മുടെ കൂടെ ഉണ്ട്. ഹിസ് നെയിം ഈസ് മിസ്റ്റർ മനോജ് ടി യാദവ്. ഹൈപ്പ് ടീം കേട്ടോ നിങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ മലയാള സിനിമയിലെ ഒരുപാട് നല്ല റോൾസ് തന്നിട്ടുള്ള, എന്നെക്കാട്ടിലും വെറും 24 hours മൂത്തതായിട്ടുള്ള ശരത് അപ്പാനി. ആൻഡ് ദെൻ ഫോർ ദ വെരി ഫസ്റ്റ് ടൈം ദുബായിലേക്ക് വന്ന് അങ്ങനെ ഈ ഒരു മലയാള സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്ന് അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ഓപ്പണിംഗ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്ന രണ്ടുപേരുണ്ട്, ആലിയ ആൻഡ് റീനു സൗന്ദർ. ഹബീബി, വെൽക്കം ടു ദുബായ്. ഓക്കെ, സോ എല്ലാവരുടെ മൈക്ക് ഓൺ ആണല്ലോ എന്നുള്ളത് ഞാൻ ഒന്ന് റീചെക്ക് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടാറില്ല. സോ വെൽക്കം ടു ദുബായ്. ശ്വേത മാം എന്ന് തന്നെ ഞാൻ പറയണം. ഐ വാണ്ട് ടു ടെൽ യു താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ബാക്ക് അഗൈൻ. Thank you. So tell me more, Jangkar in the cinema. First of all, you are a bold actress. Okay, നമുക്ക് സിനിമയിൽ സാധാരണ എല്ലാവരും അങ്ങനെ ചെയ്യുന്ന ഒരു ക്യാരക്ടേഴ്സ് അല്ല, ബട്ട് യു ആർ സോ വെൽ നോൺ ഫോർ ബീങ് സച്ച് എ ബോൾഡ് ആക്ട്രസ്. ചെയ്തിട്ടുള്ള മിക്ക ക്യാരക്ടേഴ്സ് ഒക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഇതാണ്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണോ ജങ്കാറിൽ? ടെൽ മീ മോർ അബൌട്ട്. ഒരു ഇമോഷണൽ, എന്റെ ക്യാരക്ടറുടെ പേര് മല്ലി. ഓക്കെ. അപ്പോ പക്ഷെ മല്ലി ആണെങ്കിലും ഷീ ഹാസ് ഒരു ഇമോഷണൽ പേഴ്സണാലിറ്റി ആണെങ്കിലും ഭയങ്കര എക്സ്പ്രസീവ് ആണ്. ഭയങ്കര എന്താ പറയാ, എടുത്ത് ചാടി എല്ലാം എന്താ പറയാ, ഷീസ് ബേസിക്കലി റോബിൻ ഹുഡ്. ഒരു എന്താ പറയാ, വില്ലേജിന്റെ പുറത്തെ ഒരു ഇതാണ്. നല്ലൊരു ക്യാരക്ടറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മല്ലിക്ക് ആരും വേണ്ട, എന്നാൽ എല്ലാരും വേണം. ഒരു പേഴ്സണാലിറ്റിയാണ്. ബോൾഡ് ഒന്നല്ല, ഇമോഷണൽ ആയ ഒരു കുട്ടി ആയതുകൊണ്ട് തന്നെയാണ് എല്ലാത്തിനും വേഗം എടുത്ത് ചാടി റിയാക്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. ആണല്ലേ? ഈ ഒരു ക്യാരക്ടർ എനിക്ക് മനോജ് എന്നോട് ഒബ്വിയസ്ലി ഒന്ന് 1 line ആയിട്ട് പറഞ്ഞപ്പോ ഐ സെഡ് യാ, ഡെവലപ്പ് ഇറ്റ്, വിൽ ഡു ഇറ്റ്. ഒബ്വിയസ്ലി നമ്മുടെ എല്ലാം കാസ്റ്റിംഗ് എല്ലാം വന്നപ്പോഴാണ് ഇറ്റ് വാസ് ഫൺ. ഓ, ദാറ്റ്സ് നൈസ്. അപ്പം ശ്വേത മാം, ഈ സിനിമ ഇസ് ഇറ്റ് ലൈക്ക് ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റ് വല്ലതാണോ? കാരണം ഇതിനകത്ത് ഭയങ്കര ഒരു റിയലിസ്റ്റിക് ത്രെഡ്, എന്തായാലും ഒരു റിയൽ ലൈഫ് ന്യൂസ് ദാറ്റ് ഇസ് ബെസ്റ്റ് ഇസ് മനോജ് വിൽ ആൻസർ. പക്ഷെ എന്തായാലും ഇതിൽ ഒരു റിയൽ ത്രെഡ് ഉണ്ട്. ഓക്കെ, അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ജങ്കാർ, അല്ലേ? ട്രെയിലർ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇതൊക്കെയോ സംഭവിച്ച പോലത്തെ ഒരു വെരി റിയലിസ്റ്റിക് ഫീൽ കിട്ടുന്നുണ്ട്. സോ ഐ വാണ്ട് ആസ്ക് യു, ഈ സിനിമ എഴുതിയതും സംവിധാനം ചെയ്ത മനോജ് ടി യാദവ്, വെൽക്കം ടു ഹിറ്റ് FM. ആദ്യം തന്നെ എന്ത് തോന്നുന്നു ഞങ്ങളുടെ സ്റ്റുഡിയോ ഒക്കെ കണ്ടിട്ട്? അടിപൊളി, വെരി ഗുഡ്, സൂപ്പർ. ഓക്കെ, ശരി. സോ കമ്മിങ് ടു ജങ്കാർ, ഇത് ഈ ഒരു സ്റ്റോറി എങ്ങോട്ട് പോകുന്ന ഒരു കൈൻഡ് ഓഫ് സ്റ്റോറിയാണ്?
എന്താണ് നമുക്ക് ട്രെയിലർ കാണുമ്പോൾ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ട്. ഇറ്റ് ഹാസ് എ ബിറ്റ് ഓഫ് എ ത്രിൽ, ഇറ്റ് ഹാസ് എ ബിറ്റ് ഓഫ് എ സസ്പെൻസ്, കുറേ വാശി, ഇതൊക്കെ ഇതിനകത്ത് ഉണ്ട്. എന്താണ് ഒരു ലൈനിൽ പറഞ്ഞാൽ there is a foe behind everyone, ആ ടാഗ് ലൈൻ. അതാണ് അതിന്റെ കഥ. എല്ലാവരുടെ പിന്നിലും ഒരു ശത്രുവുണ്ട്. അതിൽ ഓരോ ക്യാരക്ടേഴ്സിനും ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ടും പറഞ്ഞിട്ടുണ്ട്, ഒരു ഷോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്, പറയാതെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറച്ച് വ്യത്യസ്തതയുള്ളൊരു സബ്ജക്റ്റാണ് അത്. നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ല, കാരണം കുറെ സർപ്രൈസ് എലമെന്റ്സ് ഉണ്ട്. ശരി ശരി ശരി. എല്ലാം നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ ജങ്കാർ ഈ സിനിമ എഴുതാനായിട്ട് എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ, എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നടന്നിട്ടുണ്ടോ? ആദ്യം ഉണ്ടായത് ക്യാരക്ടേഴ്സാ. ഒരു ത്രെഡ് ഉണ്ടായിരുന്നു, അതൊരു ചെറിയൊരു ത്രെഡ് ഉണ്ടായിരുന്നു. ആ ത്രെഡിൽ നിന്നല്ല കഥയുണ്ടായത് ക്യാരക്ടേഴ്സ് വന്നതിന് ശേഷമാണ് കഥയുണ്ടായത്. ആദ്യം ഉണ്ടായത് ക്യാരക്ടേഴ്സാ. അതിൽ ഓരോ ക്യാരക്ടേഴ്സും, അതിൽ ശ്വേതാജി ഉണ്ട്, അപ്പാനി ശരത്ത്, രേണു, ആലിയ, കൂടാതെ സുധീർ കരമന, ശബരീഷ്, ഗീതി സംഗീത, അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഈ ക്യാരക്ടേഴ്സ് എല്ലാം കറക്റ്റ് കാസ്റ്റിംഗുമായിരുന്നു, കിട്ടി. അതെ. ഓൾസോ ഞാൻ ആലോചിക്കുകയായിരുന്നു, അതായത് നമ്മൾ സ്വന്തമായിട്ട് എഴുതുന്ന ഒരു സ്ക്രിപ്റ്റ് അത് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നതും അതൊരു വലിയ ഭാഗ്യമല്ലേ അല്ലേ? എന്ത് തോന്നുന്നു ഇങ്ങനെ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ? വാട്ട് വർ യു തിങ്കിങ്? ഇതിന് പറ്റുന്ന ആൾക്കാർ, ഇതിന്റെ ഒരു ടീം, എല്ലാവരും ഒന്ന് സെറ്റായി വരാനായിട്ട് ഹൗ വാസ് യുവർ ജേർണി വിത്ത് ദാറ്റ്? ജേർണി, എൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ശ്വേതാ മേനോനാണ്. ഞാനൊരു കയ്യടി. ഒരുപാട് പേരുടെ ബാക്ക് ബോൺ. ശ്വേതാജി ഇല്ലെങ്കിൽ മനോജ് ടി യാദവ് ഇല്ല. That's very kind of you. No, and that's because നമ്മൾ കുറെ വർഷങ്ങളായിട്ട് ഒരു സൗഹൃദമുണ്ട്. I always encourage മൂപ്പര് ഒരു പുതുമുഖം ഒരു ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ആ ഒരു ഇത് കിട്ടില്ല, സപ്പോർട്ട് കിട്ടില്ല. ഐ ഓൾവേസ് ബിലീവ് ദാറ്റ് ഇന്ന് മനോജ് ഇവിടെയാണെങ്കിൽ നാളെ എവിടെയാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഇന്ന് ഞാൻ ഇവിടെയാണെങ്കിൽ ഞാൻ നാളെ എവിടെയാണെന്ന് അറിയില്ല. സോ ഐ ഓൾവേസ് ബിലീവ് never discourage, because നമുക്കറിയില്ല tomorrow he can become someone. That's true. And then I'll say that അതൊരു വലിയ അതെ ആ സമയത്ത് തോന്നിയ ഒരു മിസ്റ്റേക്ക്. ഡിസ്റെസ്പെക്ടിങ് ഞാൻ ഐ ഫീൽ നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാവില്ല. So that is why he says that, but thank you buddy. ഇത് കാണുമ്പോൾ നിങ്ങളൊരു ഭയങ്കര ഒരു ഫ്രണ്ട്സ് ഗ്യാങ് ഫീലാണ്, കാരണം ഒരുപാട് പേര് പണ്ടേ തൊട്ടുള്ള പരിചയം പോലത്തെ ഉള്ള ഒരു ഫീലാണ്. അങ്ങനെ തന്നെയാണോ? ഇപ്പൊ ഇവിടെ നിങ്ങൾ രണ്ടുപേരുള്ള കാര്യം എനിക്ക് മനസ്സിലായി, യു ബീൻ ഫ്രണ്ട്സ് ഫോർ ലോങ് ടൈം. പക്ഷേ എന്നെ മുമ്പ് എൻ്റെ ഒരു ഫിലിം ചെയ്തിട്ടുണ്ട്, ഒരു ഫെസ്റ്റിവൽ മൂവിയാണ്, തമ്പാച്ചി എന്ന് പറഞ്ഞിട്ട് ഒരു മൂവി ചെയ്തിട്ടുണ്ട്. അന്ന് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി. ആലിയ കുറെ വർഷങ്ങളായിട്ട് എന്റെ സുഹൃത്താണ്. രേണു ഈ സിനിമയ്ക്ക് വേണ്ടി വന്ന് സുഹൃത്തായി. അങ്ങനെ ആ സുഹൃത്ത് ബന്ധം തുടങ്ങി. That is very sweet, very sweet. So Sharath, there's a main naughty guy, Shabrish. Yeah, he was supposed to come. Why didn't he come? They're all like, and Geeti. They're all namlu satyam parnale there is a foe behind all of us is this. Because Manoj namle hello shoot തുടങ്ങട്ടെ എന്നൊക്കെ. ബട്ട് എന്തായാലും ഐ എം ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദിസ് മൂവി. ശരത്ത് എങ്ങനെയാണ്? ശരത് ചേട്ടാ, ഞാൻ ജസ്റ്റ് ക്ലിയർ ആയിട്ട് പറയാം, ഇപ്പോൾ ഹിറ്റ് എഫ് എം കേൾക്കുന്ന നമ്മുടെ ലിസണേഴ്സ്, നിങ്ങൾക്കൊക്കെ ഇവരെ ലൈവായിട്ട് കാണുന്ന ഇവരുടെ ഫേസിൽ എക്സ്പ്രഷൻ കാണണമെങ്കിൽ പ്ലീസ് ചെക്ക് ഔട്ട് ഫേസ്ബുക്ക് പേജ്. അതിൽ ലൈവ് ഞങ്ങൾ 360 ഡിഗ്രി ക്യാമറ വെച്ചിട്ടാണ്, അപ്പൊ എവിടുന്നും നിങ്ങളുടെ ആംഗിൾസും റിയാക്ഷൻസും കാണാൻ പറ്റും. അല്ലെങ്കിൽ സൂക്ഷിക്കണമെന്ന്. സോ ശരത്തിന്റെ ഒരു ആക്ടിങ് ഒരു ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള സിനിമകളിലെ റോള് പോലത്തെ കൈൻഡ് ഓഫ് ഷെയ്ഡ് ആണോ ഈ സിനിമയ്ക്കകത്ത്, അതോ വാട്ട് ഹാവ് യു ഡൺ ഇൻ ദിസ് മൂവി? അങ്ങനത്തെ ഒരു ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ക്യാരക്ടറുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധമില്ല ഈ ക്യാരക്ടറിന്. അഭീന്ദ്രൻ എന്നാണ് എൻ്റെ കഥാപാത്രത്തിന്റെ പേര്. ഈ ക്യാരക്ടർ ഈ പറഞ്ഞ പോലെ കുറച്ച് പാവമാണ്, വളരെ ഒരു പാവം ക്യാരക്ടറാണ്. അതായത് നേരത്തെ കഴിഞ്ഞ പടങ്ങളെ പോലെ വയലൻസ് അല്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഈ പറഞ്ഞ പോലെ ബന്ധങ്ങൾക്കും ഒക്കെ ഒരുപാട് അധികം ഇമ്പോർട്ടൻ്റ് കൊടുക്കുകയും എല്ലാവരെയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷെ ഒരു സമയത്ത് ആൾക്ക് പ്രതികരിക്കേണ്ടി വരുന്നു.
സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രതികരിച്ചു പോകുന്നു. വളരെ ഡെപ്തുള്ളൊരു ക്യാരക്ടറാണ്. എനിക്കും ഈ സിനിമയിലേക്ക് ഞാൻ എത്താൻ തന്നെ കാരണം ഇതിൻ്റെ സ്ക്രീൻ പ്ലേയും സ്റ്റോറിയും തന്നെയാണ്. ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥ പറച്ചിലുണ്ട് ഈ സിനിമയ്ക്ക്. നമ്മളെല്ലാം ഇപ്പോഴും സിനിമ കാണുമ്പോൾ ഇപ്പം കുറേ റിയലിസ്റ്റിക് സിനിമകളൊക്കെ ഇറങ്ങുന്നുണ്ട്, നമുക്കറിയാം. കുറേ ഡ്രാമ മോഡൽ സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ഈ സിനിമയ്ക്ക് ഒരു കഥയുണ്ട്. കഥ വായിക്കാനും അല്ലെങ്കിൽ കഥ കേൾക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ സിനിമ വളരെയധികം ഒരു പുതുമ തന്നെ ആയിരിക്കും. ഒരു കഥ പറച്ചിലുണ്ട് ഈ സിനിമയ്ക്ക്. ഇതിലെ കഥാപാത്രങ്ങളും അത്രത്തോളം വ്യത്യസ്തமான കഥാപാത്രങ്ങളാണ്. ഈ നേരത്തെ ഡയറക്ടർ പറഞ്ഞതുപോലെ തന്നെ ഓരോ ക്യാരക്ടേഴ്സിനും അതിൻ്റെ ബാക്ക് സ്റ്റോറികളുണ്ട്. മിക്ക സിനിമകളും അങ്ങനെ ഉണ്ടാവണമെന്നില്ല. എല്ലാ ക്യാരക്ടറിനും ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഇതിലുള്ള എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു പുറകിലൊരു കഥയുണ്ട്. അത് നമ്മൾ പറയാതെ പറഞ്ഞും പോകുന്നുണ്ട്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമയാണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അതിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. ഇവരെല്ലാവരും ഒരുമിച്ചൊരു ടീമായിട്ട് കുറച്ച് നാളായിട്ട് ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്നുണ്ട്. ശ്വേത ചേച്ചിയുടെ കൂടെ എൻ്റെ ഇത് ഫസ്റ്റ് മൂവിയാണ്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ് കാര്യം ചേച്ചി തന്നെയാണ്. ഭയങ്കര രസമായിരുന്നു. ചേച്ചിയല്ല, ചട്ടമ്പി. വളരെ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് നല്ല ഓർമ്മകളുണ്ട് ഇതിലൊക്കെ ഈ ഷൂട്ടിന്റെ സമയത്ത്. അപ്പോൾ അത്രയും നല്ല ഓർമ്മകളുള്ള ഈ ഞങ്ങളുടെ ഒരു ചെറിയ സിനിമ തിയേറ്ററിൽ എത്തുമ്പോൾ ഒരുപാടധികം സന്തോഷം. ഇപ്പോൾ ശരത്തിന്റെ ഈ ക്യാരക്ടേഴ്സ് മിക്ക ക്യാരക്ടേഴ്സിലും ഭയങ്കര ഒരു സ്ട്രീറ്റ് സ്മാർട്ട്നെസ് ഉണ്ട് അല്ലേ? നമുക്കിപ്പോൾ ഓരോരോ സിനിമകളുടെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഭയങ്കര ഒരു റോ വെരി സ്ട്രീറ്റ് സ്മാർട്ട്നെസ്. ഇത് ഈ സിനിമയ്ക്കകത്തും അങ്ങനെ ഒരു ഇൻറ്റൻസിറ്റി ഉണ്ടോ, അതോ കുറേയും കൂടെ എന്താ പറയുക, വയലൻസ് ഇല്ലാന്ന് മനസ്സിലായി, പക്ഷേ കുറേയും കൂടി ക്യാരക്ടർ ഭയങ്കര ഡെപ്ത് ആയിട്ടുള്ള ഡെപ്ത് ഉണ്ട്. ഓക്കെ, ഇതിൽ ഈ നമ്മുടെ ഡയറക്ടറുടെ സ്ക്രിപ്റ്റിന്റെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം നന്നായിട്ട് എഴുതും. അപ്പം ഒരുപാട് ഡയലോഗ്സ് എഴുതും. അപ്പം ഈ ഡയലോഗ്സുകളെല്ലാം വളരെ ഇമോഷണലി, പല ഡയലോഗ്സുകൾക്ക് അതിൻ്റെ വേരിയേഷൻസ് ഒക്കെ നമുക്ക് ഷെയർ ചെയ്ത് തരും. ചിലപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഈ ഡയലോഗ് പറയേണ്ടത്. അപ്പം കുറേ അധികം ഡെപ്തുള്ള ഡയലോഗ്സാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ സിനിമയിൽ ചെയ്തപ്പോഴെല്ലാം എനിക്ക് വന്നിട്ടുള്ളത്. തൊട്ട് മുമ്പ് ചെയ്ത തമ്പാച്ചിയിലും അങ്ങനെ തന്നെയായിരുന്നു, ഇതിലും അങ്ങനെ തന്നെയാണ്. നല്ല ഡയലോഗ്സുകളുണ്ട്. അതിലെല്ലാം ഓരോ ഡയലോഗ് പറയുമ്പോഴും അതിൻ്റെതായ ഇമോഷൻസ് ഒക്കെ ഫീൽ ചെയ്ത് എന്നെ പറയണമെന്നുള്ളത് വളരെ അത്യാവശ്യം ആയതുകൊണ്ട് ഡെപ്ത് ആയിരുന്നു. ഓ ശരി. എന്നാലും പക്ഷേ കുറച്ച് റോ ഉണ്ട്. ഓക്കെ. ഭാഗത്തിന് വേണ്ടി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മനോജ് സാറിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാലോ, ചില നിങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആയതുകൊണ്ട് വോണ്ടഡ് ആസ്ക് യു, ഇപ്പം ഒരു ഡിറക്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലവർ അഭിനയിച്ച് കാണിക്കും, ചിലവർ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കും. മനോജ് സാറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു വാട്ട് കൈൻഡ് ഓഫ് ഡയറക്ടർ ഇസ് ഹി? ബേസിക്കലി മൂപ്പര് സിനിമ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഓക്കെ, ഷൂട്ടിൽ വരുന്നതിന് മുമ്പേ മൂപ്പര് മുമ്പിൽ ഓൾറെഡി അത് ഉണ്ട്, വെരി ക്ലിയർ ആണ്. പക്ഷെ എവിടെയെങ്കിലും എന്തെങ്കിലും സജഷൻ കൊടുത്താൽ ഇസ് വെരി റെഡി ടു അക്സെപ്റ്റ് ഇറ്റ്. നമ്മൾ ചില സമയത്ത് നമ്മൾ ലൊക്കേഷനിൽ വന്നാൽ ആ സിറ്റുവേഷൻ നമ്മൾ കോസ്റ്റ്യൂമെല്ലാം ഇട്ട് കഴിഞ്ഞ് ചിലപ്പോൾ നമുക്ക് തോന്നും ഇത് വേണോ, ഇങ്ങനെ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ഹി വിൽ ജെന്യുവിൻലി സപ്പോർട്ട് ആൻ ആർട്ടിസ്റ്റ്. കടിച്ചു പിടിച്ച് നിൽക്കുന്ന ഒരാളല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഡയലോഗ്സ് പറഞ്ഞു തരും. പിന്നെ നമ്മളുടേതായ ഒരു ഫ്രീഡം. ഇത് മൂപ്പരിന്റെ ആ ഒരു നമ്മളല്ലേ ആ ഒരു ഗ്രാഫ് തന്നാലും നമുക്ക് ആ മീറ്റർ എത്ര പിടിക്കണം എന്നുള്ള പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾക്ക് നമ്മളുടേതായ ഒരു ഫ്രീഡം തരുന്ന ഒരാളാണ്. ദാറ്റ്സ് എ ബിഗ് തിങ്. ബിക്കോസ് ഐ കം ഫ്രം, ഞാൻ ഓൾഡ് സ്കൂൾ ആൾക്കാരെ കൂടിയും വർക്ക് ചെയ്തിട്ടുണ്ട്. അവരുടെ മീറ്ററിൽ അങ്ങനെ തന്നെ പിടിക്കണം, അങ്ങനത്തെ ആൾക്കാരുണ്ട്. പക്ഷെ ഇന്നത്തെ ഒരു സിനിമയിൽ there is a freedom. You know, I think that is what. ഇപ്പോ ഹീറോ ഹീറോയിൻ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റേ ഇല്ലല്ലോ. ഇപ്പോ ക്യാരക്ടേഴ്സ് ഡ്രിവൻ മൂവീസ്. Movies have to be good. Stories have to be good. That's what I was thinking. ഇപ്പം നമുക്കിപ്പോൾ ഈ എല്ലാ സിനിമകളിലും ഒരു ബിഗ് നെയിം ഉള്ളതുകൊണ്ട് മാത്രമേ ആ സിനിമ ഹിറ്റ് ആവുന്നത്. ദോസ് ആർ ലോങ് ഗോൺ കോൺസെപ്റ്റ്. അതെ. അപ്പം ഈ ഒരു സിനിമയ്ക്കകത്ത് ഇപ്പം അറ്റ്ലീസ്റ്റ് ഇവർ രണ്ടുപേരും പറഞ്ഞതിൽ അവർ എടുത്തു പറഞ്ഞൊരു പോയിന്റാണ്, കഥ story was such a highlight. But now I want to come to both of you. We have Alia and Renu. Alia already experienced ആണ് മനോജ് സാറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അമ്മയ്ക്ക് വേണമെങ്കിൽ കുറച്ച് നടത്തി വെച്ചോ. സോ നേരത്തെ ചെയ്തിരുന്ന വർക്കും ഈ ഒരു സിനിമയ്ക്കകത്ത് ചെയ്തിരുന്ന വർക്കും രണ്ട് മനോജ് ടി യാദവിനെയാണോ കണ്ടത്, അതോ ഹൗ വാസ് ദി എക്സ്പീരിയൻസ് ഓഫ് വർക്കിംഗ് വിത്ത് ഹിം ഫോർ ദിസ് ഫുൾ ഫ്ലെഡ്ജ്ഡ് മൂവി? മനോജ് ഏട്ടൻ ഒരാൾ തന്നെയായിരുന്നു. പിന്നെ എന്റെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് വ്യത്യാസമുള്ളതായിരുന്നു. ഫസ്റ്റ് മൂവി തമ്പാച്ചി. അതില് ഉള്ള ക്യാരക്ടർ ശിവാനി എന്ന് പറഞ്ഞിട്ടൊരു നാടൻ പെൺകുട്ടിയുടെ ക്യാരക്ടർ ആയിരുന്നു. വെളിച്ചപ്പാടിന്റെ ഒരു കഥയൊക്കെ ആയിരുന്നു അത്.
അപ്പൊ അതിൽ നിന്ന് എൻ്റെ ഡിഫറെന്റ് ആയിരുന്നു. ഇതിലെ പഞ്ചാബി ക്യാരക്ടർ ആയിരുന്നു. പിന്നെ ഒരു സോങ് ഉണ്ടായിരുന്നു, നല്ലൊരു ബ്ലോക്ക് ബസ്റ്റർ സോങ് ആയിരുന്നു. അപ്പൊ അത് ഫുള്ള് കൊറിയോ ചെയ്യാൻ പറ്റി. ശാന്തി മാസ്റ്റർ ആയിരുന്നു. അപ്പൊ എന്റെ ഓർമ്മ ഫുൾ പൊള്ളാച്ചിയാണ്. മലയാള സിനിമയുടെ ഭാഗ്യ ലൊക്കേഷൻ എന്നറിയപ്പെടുന്നത് പൊള്ളാച്ചിയാണല്ലോ. അപ്പൊ അവിടെ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് വലിയ സന്തോഷമാണ്. പിന്നെ മനോജ് ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിലുള്ള ഒരു ആർട്ടിസ്റ്റിനെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് അറിയാം. ഇപ്പൊ ഞങ്ങളെ പോലുള്ള പുതുമുഖങ്ങളെ സംബന്ധിച്ച് ഒരാൾ റിസ്ക് എടുക്കാൻ തയ്യാറാവില്ല. പക്ഷെ മനോജ് ചേട്ടൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ആ റിസ്ക് എടുക്കാൻ തയ്യാറാവുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തെ പോലുള്ള ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ പോലുള്ളവർക്ക് ഒരു പ്ലാറ്റ്ഫോം കിട്ടത്തുള്ളൂ. അതിൽ ഞാൻ അങ്ങേയറ്റം നന്ദി പറയുകയാണ് ഈ ഒരു അവസരത്തിൽ. എന്ത് വേണം, എന്ത് വേണം, ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡാ. ഇവരെ 4 പേര് എപ്പോഴും കൂടെ നിർത്തിയാൽ മതി. So Renu, coming to you, is this your debut? Ado you've done work before this? ഞാൻ ഫസ്റ്റ് മൂവി മാൻഹോൾ ആയിരുന്നു. അത് വിധു വിൻസെന്റ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു മൂവി ആയിരുന്നു. ദെൻ ചാലക്കുടിക്കാരൻ ചങ്ങാതി, ഓട്ടം, അങ്ങനെ കുറച്ച് മൂവീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെയാണ് മനോജ് സാറിലേക്ക് ഞാൻ എത്തുന്നത്. ആക്ച്വലി സാറ് വന്നിട്ട് എനിക്ക് ഒരു ഇവര് പറഞ്ഞതുപോലെ സ്ക്രിപ്റ്റ് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്റെ ക്യാരക്ടർ ലൈക്ക് നക്ഷത്ര എന്നാണ് എന്റെ ക്യാരക്ടറിന്റെ പേര്. ഒരു ലവ് ഇൻട്രസ്റ്റ് ആണോ ഇതിനകത്ത്? എവിടെ ഒരു എല്ലാം ഉണ്ട്. ലവ് ഉണ്ട്, ഓൾ ഇമോഷൻസ് ഉണ്ട്, റിവെഞ്ച് ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു ശത്രുവിനെ നേരിടുന്ന, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി തനിച്ചാവുമ്പോൾ അവൾ എത്തിപ്പെടുന്ന സ്ഥലങ്ങളിൽ എന്തൊക്കെ സിറ്റുവേഷൻസ് ആണ് നടക്കുന്നത്, അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം, അങ്ങനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണ്. ആക്ച്വലി എൻ്റെ ഒരു ക്യാരക്ടർ അത് ബേസ് ചെയ്തിട്ടാണ്. സോ എനിക്ക് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എനിക്കറിയില്ല, നമ്മളെല്ലാവരും പറയും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞു തരുന്നതാണെങ്കിലും ഫസ്റ്റ് സ്ക്രിപ്റ്റ് പറയുമ്പോഴേ ഞാൻ ഇന്നാണ് ചെയ്യാം, ഞാൻ ഇന്നാണ് ചെയ്യാം, ആ ഒരു അവസ്ഥയായിരുന്നു. അതിലൊരു കാര്യം കൂടെ ഉണ്ട്, എന്നെ ആകർഷിച്ചത് കണ്ണുകളാ. കണ്ണുള്ള ഒരാളെ വേണമായിരുന്നു. കണ്ണുകൊണ്ടാട്ടോ ഞാൻ ഈ ക്യാരക്ടർ പറഞ്ഞോ. ഓ ശരി ശരി, എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ക്യാരക്ടർ എന്തായാലും ചെയ്യും എന്നുള്ള അവസ്ഥ. പിന്നെ ശരത്ത് ഉണ്ടെന്ന് പറഞ്ഞു. ശരത്ത് ഓൾറെഡി ഞാനും ശരത്തും കോളേജ് മേറ്റ്സ് ആണ്, സുഹൃത്തുക്കളാണ്. കോളേജില് ഞാൻ ആർട്സ് ആയിരുന്നു, ഫൈനാൻസ്. സോ അതും ഒരു ഹാപ്പിനെസ് ആണ്. പിന്നെ സേതു ചേച്ചി, ഇതൊക്കെ ഒരു ഡബിൾ ഹാപ്പിയാണ്. ആക്ച്വലി ചേച്ചിയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ സത്യം പറയാലോ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അതൊരു ബാക്ക് ബോൺ തന്നെയാണ് ആക്ച്വലി. അതാണ് നമുക്കിപ്പം ഒരു എന്താ പറയുക, ഒരു പുതിയ ഒരു കൂട്ടം ആൾക്കാരിൽ പോകുന്നു. വി ആർ നോട്ട് വെരി എക്സ്പീരിയൻസ്ഡ്. നമുക്കറിയില്ലല്ലോ, ഒരു പുലിക്കൂട്ടി ചെന്നതിൻ്റെ ഒരു ഫീലാണ്. എങ്ങനെ ആൾക്കാർ എങ്ങനെ റിയാക്ട് ചെയ്യും, വാട്ട് ഈസ് ഗോയിങ് ടു ബി ദിയർ യുനോ, ഹൗ ആർ ദേ ഗോയിങ് ടു കമന്റ്, ഹൗ ആർ ദേ ഗോയിങ് ടു ട്രീറ്റ് അസ്. നമുക്കറിയാലോ ഇറ്റ് ഈസ് എ വെരി വൾണറബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ്, പ്രത്യേകിച്ച് വെൻ യു ആർ ന്യൂ കമേഴ്സ്. പക്ഷേ ഇറ്റ്സ് എ ബ്ലെസ്സിംഗ് ദറ്റ് യു ഹാവ് എ ടീം ലൈക്ക് ദം ആൻഡ് സീനിയേഴ്സ് ലൈക്ക് ദം ടു ഗൈഡ് യു ആൻഡ് ലീഡ് യു, റൈറ്റ്? സീനിയർ ഒന്നും അല്ലേ, ജൂനിയർ. അവിടെ ജൂനിയർ ആയിരുന്നു. അതായത് ഒരു 2 സ്റ്റേറ്റ് അവാർഡ് മാത്രം വിൻ ചെയ്തിട്ടുള്ള ജൂനിയർ ആയിട്ടുള്ള ഒരു ചേട്ടൻ, അത്രേ ഉള്ളൂ. ഭയങ്കര പ്രിൻസിപ്പൽ വിളിച്ചു പറഞ്ഞോണ്ടിരിക്കും സേതാജി. സോ ദാറ്റ്സ് നൈസ്. ഈ ഒരു ഫീല് കിട്ടുമ്പോൾ തന്നെ ഐ ഹാവ് എ വെരി ബ്യൂട്ടിഫുൾ വൈബ് അബൌട്ട് യുവർ ടീം. സോ ഈ ഒരു പോസിറ്റിവിറ്റി ആ സിനിമയിലും കാണുന്ന നമ്മുടെ വ്യൂവേഴ്സിനൊക്കെ തന്നെ കിട്ടട്ടെ. സോ എനിക്ക് അവസാനമായിട്ട് ചോദിക്കേണ്ടത് മനോജ് സാറിനോടാണ്. സാറ് ഒരുപാട് പൊന്നുപോലെ ഈ ഒരു പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്ത് അവസാനം ആൾക്കാരിലേക്ക് വരാൻ പോവാണ് ജൂലൈ 4-ാം തീയതി. ഈ ദിവസം സെലക്ട് ചെയ്യാൻ വല്ല റീസൺ ഉണ്ട്? അമേരിക്കൻ ഇൻഡിപെൻഡൻസ് ഡേയും കൂടെ ഒന്നുമില്ല, അത് ഒരു കണക്ഷൻ ഇല്ല. ആണോ? ശരി. അപ്പം സാറ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ദിസ് ബ്രെയിൻ ചൈൽഡ് ഓഫ് യോഴ്സ്, അത് എങ്ങനെ ആൾക്കാർ പെർസീവ് ചെയ്യണം, അത് എങ്ങനെയാണ് ആൾക്കാർ സ്വീകരിക്കേണ്ടത്? എന്താണ് സാറിൻ്റെ ഒരു ആഗ്രഹം കേൾക്കുന്ന നമ്മുടെ ലിസണേഴ്സിന് വേണ്ടി? സ്വീകരിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് പറയാനറിയില്ല. പക്ഷെ ഇതിലങ്ങനെ ഒരു ഹീറോ ഹീറോയിൻ അങ്ങനൊരു സംഭവമില്ല. ഇതിലെല്ലാ കഥാപാത്രങ്ങളും ഹീറോയിൻസുമാണ്. പിന്നെ അതൊരു ബ്യൂട്ടിഫുൾ സിനിമയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇവരെല്ലാവരും വളരെ നന്നായിട്ട് കഷ്ടപ്പെട്ട് അഭിനയിച്ചിട്ടുണ്ട്, ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് സംഗീതം ചെയ്തിരിക്കുന്ന ബിജുബാലേട്ടൻ, ക്യാമറ ചെയ്യുന്ന റജുവമ്പാടി, ഫൈറ്റ് മാസ്റ്റർ നമ്മുടെ മാഫിയ ശശിയേട്ടൻ, കൊറിയോ ചെയ്തിരിക്കുന്ന ശാന്തി മാസ്റ്റർ, അങ്ങനെ ഒരുപാട് പേരുടെ അധ്വാനം കൂടെ ഇതിൻ്റെ പിന്നിലുണ്ട്. ഓക്കെ. സോ ഒരു വെരി ഫുൾ ബാക്കപ്പ് ഉള്ള ഒരു ടീമാണ് അല്ലേ? നല്ല സ്ട്രോങ് ബോൾഡ് ടീം. തുടങ്ങിയപ്പോൾ ഇറ്റ് വാസ് ജസ്റ്റ് സപ്പോസ് ടു ബി ഒരു സ്മോൾ ലിറ്റിൽ
നമുക്ക് കുറച്ച് തിയേറ്റേഴ്സ് കിട്ടിയാൽ നല്ലൊരു സിനിമ അത് OTT-യിൽ വരിക, അങ്ങനെയൊക്കെ ഒരു ചെറിയൊരു സംസാരങ്ങളെ നടന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ബട്ട് ഐ ഹാവ് ടു സേ നമ്മുടെ റേഷ് രാജ് ഫിലിംസ് നമുക്ക് തന്ന ഒരു വേൾഡ് വൈഡ് റിലീസാണ്. ഫോർ എ സ്മോൾ ഫിലിം അങ്ങനത്തെ ഒരു സപ്പോർട്ട് കിട്ടുക, ഇറ്റ്സ് എ ഭയങ്കര ബൂസ്റ്റാണ് തീർച്ചയായിട്ടും. യുനോ ആൻഡ് ഷാനു നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ ഇൻ ഇന്ത്യ, ഹി ഗേവ് us means July 4th സ്മോൾ മൂവി റിലീസിങ് വേൾഡ് വൈഡ് ഓൾ ഓവർ. അതെനിക്ക് തോന്നുന്നു നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സർപ്രൈസ് ആയിരുന്നു. That is the main thing. Jangar is sailing, man. That is amazing. And see, for such an experienced ആയിട്ടുള്ള ഇപ്പൊ നമ്മുടെ രാജൻചേട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ടീമുകൾ എത്ര പ്രോജക്റ്റുകൾ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നു, യുനോ കെൻ യു ഡു ദിസ്, കെൻ യു ഡു ദാറ്റ്. ബട്ട് ഓഫ് കോഴ്സ് ഈ ഒരു സിനിമയുടെയും ഈ ഒരു പ്രോജക്റ്റിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് സ്റ്റോറി, ഈ ഒരു പ്രോജക്റ്റിനെ റെപ്രസെന്റ് ചെയ്ത് നിങ്ങൾ എല്ലാവരും ആ വിശ്വാസം അദ്ദേഹത്തിനുള്ളത് കൊണ്ട് തന്നെയാണ്. സോ ക്ലിയർലി I want from everybody's side നാളെ നമ്മൾ റാസൽ ഖൈമ സഫാരി മോളില് റാസൽ ഖൈമയിലെ സഫാരി മോൾ, ജസ്റ്റ് ടു ക്ലാരിഫൈ, ഷാർജയിലുള്ളതല്ല, റാസൽ ഖൈമയിലുള്ള സഫാരി മോളില് വൈകുന്നേരം 7 മണിക്ക് എൻറ്റയർ ടീം ഓഫ് ജങ്കാർ നമ്മുടെ ഫിലിമിന്റെ ട്രെയിലർ ലോഞ്ച് ആണ്. ഗ്ലോബൽ ട്രെയിലർ ലോഞ്ച്, അങ്ങനെ പറയണം. സോ ഗ്ലോബൽ ട്രെയിലർ ലോഞ്ച് ആണ് വൈകുന്നേരം 7 മണിക്ക് നടക്കാൻ പോകുന്നത്. യു ക്യാൻ സീ ദി എൻറ്റയർ ടീം ഓഫ് ജങ്കാർ ആൻഡ് താങ്ക് യു സോ മച്ച് ടു ഓൾ ഓഫ് യു. Friday night, all the best to you. And of course, തീർച്ചയായിട്ടും വീണ്ടും ഇതുപോലെ നിങ്ങളുടെ പല പ്രോജക്റ്റുകളായിട്ട് പ്ലീസ് കം ബാക്ക് ടു ഹിറ്റ്. Yes, and wishing all the listeners a very happy weekend. And എന്തായാലും റാസൽ ഖൈമ മല്ലൂസ്, please come and support us. What do you say, guys? അല്ലേ? Yes. അപ്പോൾ നാളെ 7 മണിക്ക് നമുക്ക് എല്ലാവരും കാണാം. അടിപൊളി. Fresh song of the hour. Brought to you by ABC Cargo and